വ്യക്തികളെ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഈ സായം സന്ധ്യയിൽ എനിക്ക് നിങ്ങൾക്ക് തരാവുന്ന ഏറ്റവും നല്ല സമ്മാനം ഞാൻ പ്രസംഗിക്കാതിരിക്കുക എന്നതാണ്. അത് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാ വർഷവും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ മണക്കാട് രാമചന്ദ്രൻ അനുമോദിക്കാറുണ്ട്, അവാർഡുകൾ നൽകി അംഗീകരിക്കാറുണ്ട്. ഇനി നമ്മുടെ ഊഴമാണ്. നമ്മൾ മണക്കാട് രാമചന്ദ്രൻ അവാർഡ് കൊടുത്ത് ഒരു ആദരവ് അർപ്പിക്കണം. ശ്രീ വിഷ്ണുനാഥ്, അദ്ദേഹം സൂര്യയുടെ ടോപ്പ് ഫെസ്റ്റിവലിൽ വരാറുണ്ട്. പെട്ടെന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അദ്ദേഹം പണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് എൻ്റെ മനസ്സിൽ വന്നത്. ജവഹർലാൽ നെഹ്റു മരിച്ച ആയിടയ്ക്ക് അന്ന് റേഡിയോ മാത്രമേ ഉണ്ടായിരുന്നു. അത് റേഡിയോയിൽ കൂടെ അന്ന് കേട്ടുകൊണ്ടിരുന്നത് 14 ദിവസത്തേക്ക് ദുഃഖാരം. ആ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരുന്നത് ഷേണായിയോ അല്ലെങ്കിൽ സാരംഗിയോ ഇങ്ങനെ ദുഃഖാർത്ഥമായിട്ട് ഇങ്ങനെ വായിച്ചുകൊണ്ടേയിരിക്കും. 14 ദിവസമാണ് അതിൻ്റെ കണക്ക്. ഇതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾ അയാളുടെ റേഡിയോയ്ക്ക് എന്തോ റിപ്പയറാണ്, ഒരേ പാട്ട് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം അടുത്തുള്ള റേഡിയോ റിപ്പയറിംഗ് ഷോപ്പിൽ പോവുകയും അയാൾ പറഞ്ഞ് 14 ദിവസം കഴിഞ്ഞിട്ട് വരും, ഞാൻ റിപ്പയർ ചെയ്ത് വെച്ചേക്കാം. 14 ദിവസം കഴിഞ്ഞ് അദ്ദേഹം പോവുകയും ഈ റേഡിയോ തിരികെ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇത് റിപ്പയർ ചെയ്തതിൻ്റെ ചാർജ് കൂടി കൊടുക്കും എന്നുള്ളത് വാങ്ങിച്ചു വരുന്നതാണ്. ഞാനിപ്പോൾ പെട്ടെന്ന് അദ്ദേഹം കണ്ടപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു തമാശ പുറത്തു പോയി എന്ന് മാത്രം. സുകുമാറും വിശ്വനാഥും ഒക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, എൻ്റെ കൂടെ എൻ്റെ കൊലീഗ്സാണ്. അവരുടെ കയ്യിൽ സാംസ്കാരിക വകുപ്പ് ഭദ്രമാണെന്ന് എനിക്കറിയാം.